എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫൈനലി എന്റെ മോനെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ അവിടെ കാത്തിരുന്ന് വയ്യാണ്ടായി. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോഴാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഗിനെ ബിസാവിൽ നിന്നും ഗിനിയയിലേക്ക് പോവാണ്. ഇപ്പോ ഗാബു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഒരു പയ്യൻ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനെല്ലാം വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഓക്കെ ഇവിടെ പിള്ളേരൊക്കെ നോക്കി ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണേ. ബാഗെല്ലാം മുകളിൽ വെക്കണം. ഇവിടെ ഉണ്ടോ ബാഗിന് വേറെ പൈസ കൊടുക്കണം. ഇവിടെ ബാഗിന്റെ പൈസ കൊടുത്ത് ബാഗിന് വേറെ പൈസയാണ്. 1000 കൊടുത്ത് 2000 ടിക്കറ്റും അങ്ങനെയാണ് കേട്ടോ. ഇതാ ബാഗ് സേഫായിട്ട് വെക്ക്. സേഫായിട്ട് വെക്കോ? നിങ്ങൾക്ക് പേടിയാണ് എന്താണെന്ന് അറിയില്ല. ഓക്കെ സേഫായിട്ട് മുകളിൽ ബാഗ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ. ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ അടുത്ത് കയറാൻ പറഞ്ഞു. ഇവിടെയാണോ അപ്പുറയാണോ എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊരു അഡ്വഞ്ചർ തന്നെ. ഞാനിതാ വണ്ടിയിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുകയാണ്. സൺഗ്ലാസ് ഉണ്ട്. സൺഗ്ലാസ് എടുത്തിടാം കേട്ടോ. ഇതാണ് ഇരിക്കുന്നത്. ഓക്കെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ അതിന് അവരുടെ മുഖം പോലും കാണിക്കുന്നില്ല. എന്നിട്ടാണ് അവർ സമ്മതിക്കാത്തത്. ഇവിടെ നോക്കി ഇതെല്ലാം പൊളിഞ്ഞു വീഴുമെന്നുള്ള പേടിയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. റോഡ് കണ്ട അങ്ങ് ദൂരെ ഇവിടുന്ന് കാണുന്നുണ്ടോന്നുമില്ല എനിക്കറിയില്ല. ഫുള്ള് പൊടി മണ്ണും അങ്ങനത്തെ റോഡാണ്. ഇവിടെ എല്ലാം കാഷ്യൂ നട്ട്സ് ആണ് കാണുന്നത്. മരങ്ങൾ കാഷ്യൂ നട്ടും പിന്നെ ചെറിയ വില്ലേജും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ക്യാമ്പിലൂടെ കാണുന്നത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പോകുന്നത്. വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇന്നലത്തെ വണ്ടി കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് സ്പീഡ് പോലും ഇല്ല കേട്ടോ. കുറേ നേരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം എന്താ 3 മണി ആയിട്ടുണ്ട്. ഇപ്പോഴാണ് 12 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ്. 1, 2, 3 മണിക്കൂറായി. ഒരു 69 കിലോമീറ്റർ പോകാനായിട്ട്. ഇനി എത്താനുണ്ട് കേട്ടോ. ഇനി ടൈം എടുക്കും. ഇവിടെ നോക്ക് കണ്ടോ, ഫുള്ള് പൊടിയാണ്. ബാഗിലൊക്കെ പൊടിയാണ് കേട്ടോ. എല്ലാവരും പൊടിയായിട്ടുള്ളത്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത്. ഞാനാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും. എന്നിട്ട് തന്നെ എനിക്ക് തീരെ പറ്റണില്ല. തീരെ വയ്യാണ്ടാവുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിട്ടോ. അപ്പോൾ വില്ലേജിൽ ഇറങ്ങിപ്പോയതാണ്. ഇവിടെ എല്ലാം 5-6 പേരുണ്ടായിരുന്നു. 6 പേര് വെച്ചിരുന്നു. എൻ്റെ സീറ്റിൽ 5 പേര് വെച്ച്. നല്ല തടിയുള്ളവർ. അതാണിപ്പോൾ ബാഗിൻ്റെ എല്ലാം സ്പേസ്. ഓൾറെഡി എത്താനായിട്ടുണ്ട്. എത്താനായതുകൊണ്ടാണ് ഇത്ര സ്പേസ് കിട്ടിയത്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും ത്രോട്ട് പെയിനും സ്റ്റാർട്ടായി. എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൾറെഡി ജലദോഷം ഉണ്ടായിരുന്നു. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. വണ്ടീൻ്റെ സൗണ്ടും എന്താ പറയുക, ഈ ചാട്ടത്തിൽ ഇങ്ങനെ പോകുമ്പില്ലേ പൊടി അടിക്കുന്നു. ചാടി ശരീരം മൊത്തം വേദന എടുക്കുക. ഞാൻ ഇരിക്കുന്ന സീറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതണ്ട പലക കണ്ട, പലകയിലേക്ക് ഞാൻ കാണിച്ചു തരാം. പലകയാണ്. ഇതിലൊരു കുഷ്യനെങ്കിലും ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൊടി കൂടുതലടിക്കും. അതുകൊണ്ട് അപ്പുറം ഇരിക്കാത്ത. ഇത്ര നേരം ഞാൻ ഈ പലകയിൽ തന്നെ ഇരുന്ന്. ഇതൊക്കെ കണ്ട ആണിയെല്ലാം തട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോകും. ഇവിടെ പോകുന്ന വഴിക്ക് ഇതെല്ലാം കയറുന്ന വഴിയാണ്. കയറുന്ന വഴിക്കെല്ലാം ഇത് തട്ടി കഴിഞ്ഞാൽ എന്താവുമെന്നറിയില്ല. കണ്ട ഇതാണ് അവസ്ഥ. അവിടെ ആ ഡോറെല്ലാം ഒരാൾ പിടിച്ചിട്ടായിരിക്കുന്നത്. ഡോറെല്ലാം ഇപ്പം തുറക്കുമെന്നുള്ള ലെവലിലാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അതാണ് അവസ്ഥ. ഫൈനലി ഞാനിതാ ബോർഡറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ ഡെഡായിതാ. എൻ്റെ ബാഗിൻ്റെ ഒക്കെ അവസ്ഥ നോക്ക്. മൊത്തം പൊടിയാ, കംപ്ലീറ്റ് പൊടിയാ. അപ്പം നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇവിടുന്ന് കോഴിമുട്ട പുഴുങ്ങിയത് കാണുന്നുണ്ട്. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു സമാധാനം സത്യം കേട്ടോ. ഇവിടെ മരമെല്ലാം ഉള്ളതുകൊണ്ട് തലക വേദന എടുക്കുന്നത് എന്തോ ആവുന്നു. ടയേർഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണേ. ഞാൻ എന്താ ഇവിടെ എഗ്ഗ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ടാക്സി എടുത്തിട്ട് പോകണം തോന്നുന്നു. 1.5 കിലോമീറ്റർ ബോർഡർ. 1.5 കിലോമീറ്റർ ഇല്ല തോന്നുന്നു. നടക്കാനൊന്നും വയ്യ. ഒടുക്കത്തെ ചൂടും തളർന്ന്. പോലീസ് വന്നിട്ട് എതിർത്തു. പാസ്പോർട്ട് കൊണ്ടുപോയി. ത്രോട്ട് പെയിൻ കാരണം കഴിക്കുമ്പോൾ പോലെ. ഞാനിവിടെ നിൽക്കുകയാണ് കേട്ടോ. പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞ് കോപ്പി എടുക്കണം. ഇ വിസയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇ വിസ എടുക്കാൻ പറ്റൂല, കോപ്പി എടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇത്രയും ദൂരം രാവിലെ തൊട്ട് 3 മണിക്കൂർ എടുത്തിട്ട് 4 മണിക്കൂറൊക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് ആകെ 3000 സഫയാണ് ആയത്. ഇവിടെ നിന്ന് അവിടം വരെ പോകാൻ വേണ്ടിയിട്ട്
അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 10,000. അപ്പോൾ വേറെ ഞാൻ പറഞ്ഞ് നടന്നു പോകാൻ നോക്കിയപ്പോൾ 10 കിലോമീറ്റർ ഉണ്ട് പോലും. അതായത് 10 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഇത് കോപ്പി എടുത്തിട്ട് തിരിച്ചു വരണം. അപ്പോൾ പോസ്റ്റായി വേറെ ഓപ്ഷൻ ഇല്ല, ഇവിടെ നിന്ന് അവരെന്നെ വിടൂല അങ്ങോട്ട്. അപ്പം ഞാൻ ടാക്സിക്ക് 10,000 കൊടുത്തു. 10,000 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 2000 ഇന്ത്യൻ റുപ്യൊക്കെ അത്രയെല്ലാം ആവും കേട്ടോ. അത്രയും പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വെറും എത്ര പൈസ കൊടുത്തത് 450 അത്ര എന്തോ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അപ്പം എന്നോട് പോകണ്ട, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആള് ബൈക്കിൽ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുക, എനിക്ക് തലയെല്ലാം വേദന എടുക്കുന്നത് എന്തോ ആയിട്ടുള്ളത്. ഇപ്പോൾ കുറേ നേരമായിട്ടോ ബോർഡറിൽ വെയിറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അടുത്ത വട്ടം എന്തായാലും കോപ്പി എടുത്തു വെക്കണം കയ്യിൽ, അല്ലാണ്ട് ഇരുന്നാൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. ഈ ചെറിയ ബോർഡർ ആയതുകൊണ്ടാണ് കോപ്പിയൊക്കെ അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഞാനിവിടെ പീനട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ നഖമൊക്കെ നോക്ക്, ചെളി, എൻ്റെ കൈയൊക്കെ നോക്ക്, ഫുള്ള് ചെളിയാണ്, ചെളിയും പൊടിയും മാത്രം. ഇയാളിത് എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 3 മണിക്കൂറായി, ഇപ്പം 6 മണിയായി. ഞാൻ 3 മണിക്ക് വന്നതാണ്. ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞു പോയി. ഫൈനലി അവർ പേപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ 10 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഗിനിയൻ ഫ്രാങ്ക് 40,000 കൊടുത്തിട്ട് ആ ബാഗിനല്ല ഇവർ പൈസ പറയും, കാരണം സ്പേസ് ഇല്ല. ആ ബാഗ് വെക്കണം, ബാക്കിൽ ഡിക്കി ഉണ്ടെങ്കിൽ അതിൽ വരെ അവരാളെ കയറ്റും. അതാണ് ഇപ്പൊ 40,000 ഗിനിയൻ ഫ്രാങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു 400, അതിന് 450 എന്തെങ്കിലും ആവും തോന്നുന്നു, കറക്റ്റ് ഓർക്ക് അറിയില്ല. എനിക്ക് ആകെ ഭ്രാന്തായി, വയ്യാണ്ടായി, തളർന്ന്, നേരെ ഫുഡില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതിനിടയിൽ കോൾഡ്, ത്രോട്ട് പെയിന് എല്ലാം കൂടെ ആയിട്ടുള്ള. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വെസ്റ്റ് ആഫ്രിക്ക മതിയായി. എനിക്കിപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് പോകണമെങ്കിൽ 1-2 ലക്ഷം പൈസ വേണം. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല. ഇവിടുന്ന് ആകെ ഇനി ഗാനയിൽ നിന്ന് മാത്രമാണ് കുറച്ച് എന്താ പറയുക പൈസ കുറവുള്ളൂ. ഒരു 40,000 50,000. 40,000-ത്തിനൊന്നും കിട്ടൂല, ഇന്ത്യയിലേക്ക് കിട്ടൂല. ലൈക്ക് ദുബായിലേക്കൊക്കെ 45 രൂപ 50,000 അത്രയൊക്കെ കാണിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ ഗാനയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുന്നേ വേറെ വിസാസ് ഒക്കെ എടുക്കണം. $150 വെച്ച് ലൈബീരിയയും ഐവറി കോസ്റ്റും അതൊക്കെ എടുക്കണം, എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. സോ ഞാൻ പെട്ടെന്ന് പാസ് ചെയ്തായിരിക്കും പോകുന്നത്. ഇനി ഞാൻ വില്ലേജിലൊന്നും സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. എവിടെയെല്ലാം നോക്കാൻ എന്താ അവസ്ഥ? ഇതാണ് വണ്ടീൻ്റെ എല്ലാ അവസ്ഥ കേട്ടാ. എന്തോ ഒരു പൊടി മണ്ണും റോഡും കണ്ടാ, പൊട്ടിപ്പൊളിഞ്ഞ് കുറേ കാടും, അത് മാത്രമുണ്ട് കുറേ കാഷ്യൂനട്ടും. എനിക്കാണെങ്കിൽ പനിയാന്ന് തോന്നുന്നു, ഭയങ്കര ത്രോട്ട് പെയിനും തലവേദന സഹിക്കാൻ പറ്റില്ല. ഉറങ്ങാത്തോണ്ട് എനിക്ക് ഉറങ്ങാത്തതിൻ്റെ ആണോ പനിയായിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല, കാരണം കണ്ണും തലയും ഒരേപോലെ വേദന എടുക്കുകയാണ്. ഇപ്പല്ല എനിക്ക് മനസ്സിലായത് എന്താണ് വെസ്റ്റ് ആഫ്രിക്കയിൽ ആരും വരാത്തത്. ഇവിടെ ഒരു തേങ്ങയില്ല കാണാൻ, അതുകൊണ്ട് ആരും ഒന്നും വരാത്തത്. ഈ റോഡില്ലാത്ത മണ്ണ് റോഡില്ലേ, റോഡില്ലാത്ത മണ്ണ് റോഡ്, ടാറില്ലാത്ത റോഡ്, അത് മാത്രം ഇവിടെ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല. വില്ലേജ് ആണെങ്കിൽ ഒരു വില്ലേജ് കണ്ടാൽ മതി ഒരു രാജ്യത്തെ, ബാക്കി എല്ലാ രാജ്യത്തും ഒരേപോലെയാണ്. എന്നെ പോലുള്ളവർ മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ, ഇപ്പോൾ ചില ട്രാവൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കൺട്രി മാത്രം പോകുള്ളൂ, എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്യില്ലല്ലോ. ഞാനെന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തെ എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ കൺട്രിയും പോകണം. നോക്ക്, കണ്ടില്ല, ഇതാണ് അവസ്ഥ. ഇതൊരു നാഷണൽ ഹൈവേ ആണ്. അതായത് ഗിനെ ബിസാവ് എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നും ഗിനിയിലേക്ക് പോകുന്ന രാജ്യത്തേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടുത്തെ അവസ്ഥ. ഇടക്ക് മാത്രം ഒരു വില്ലേജ് ഉള്ളൂ, അതിനിടയിൽ ഇവർ കുറേ പൈസയും പറയുന്നത്. ഞാൻ പിന്നെ തർക്കിക്കാനൊന്നും സത്യം പറഞ്ഞാൽ പോയില്ല. ഒരു 50,000 പറഞ്ഞത്, ഞാൻ 40,000 ആക്കി, അത്രേ ഉള്ളൂ. മുന്നേ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ 20,000 ആക്കിയിട്ടുണ്ടാവും. പറഞ്ഞാക്കി, അല്ലെങ്കിൽ നടന്നു പോയിട്ടുണ്ടാവും. സത്യം 14 കിലോമീറ്റർ ആണെങ്കിലും 10 കിലോമീറ്റർ ആണെങ്കിലും ഞാൻ നടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നടക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വയ്യാണ്ടായി. ഇനി എനിക്ക് കൊണാക്രി പോയിട്ട് വേണം എനിക്ക് കുറേ വിസ എല്ലാം എടുക്കാൻ. ആ വിസ എല്ലാം കിട്ടിയിട്ട് വേണം അടുത്തടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഗാനേൻ്റെ വിസ ഓൾറെഡി കിട്ടി, പിന്നെ സിയാർ ലിയോൺ കുഴപ്പമില്ല, ലൈബീരിയ വിസ എടുക്കാനുണ്ട്, ഐവറി കോസ്റ്റ് വിസ എടുക്കാൻ. ബുർക്കിന ഫസോ എന്തായാലും കിട്ടൂല, ഭയങ്കര പൈസയും കൂടുതലാണ്. 45,000 ഇന്ത്യൻ റുപ്യ ഒരു വിസയ്ക്കുള്ള പൈസയാണ് വരുന്നത്. അതിപ്പോൾ എനിക്ക് പോകാൻ പറ്റൂല. ഞാൻ പിന്നീട് കുറേ രാജ്യം പോകാനില്ലേ, ഇവിടെ ബാക്കി വന്ന് മാലിയൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് ടോഗോ ബെനിൻ, അത് ഓൺലൈനിൽ എടുക്കണം. ഇത്രയും വിസ എല്ലാം എടുക്കാനുണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഒന്നാമത് ഈ ചൂട് വെതറും, ഇവിടുത്തെ ഫുഡാണെങ്കിലോ ഇവർ ആ ബ്രെഡ് മാത്രമാണ് കഴിക്കുന്നത്, എല്ലാം കൂടെ ആയിട്ടാന്ന് തോന്നുന്നു. എൻ്റെ ഫേവറേറ്റ് കോണ്ടിനെൻ്റ് ആണ് ആഫ്രിക്ക.
ഇതുവരെ ഉള്ളതിൽ ഈ വെസ്റ്റ് ആഫ്രിക്ക അല്ലാണ്ട് ഈസ്റ്റ്, സെൻട്രൽ, സൗത്ത് ഇത് മൂന്നും എൻ്റെ ഫേവറേറ്റ് ആണ്. സൗത്ത് ആഫ്രിക്ക ഞാൻ പോയിട്ടില്ല, പക്ഷെ സദേൺ ആഫ്രിക്കയാണ്, അങ്കോള, അതൊക്കെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ, കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാവുന്ന പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഏത് വഴി കൂടിയാണ് പോണേന്നുള്ളത്. സത്യമായിട്ട് കേട്ടോ, ഒരു ചെറിയ വില്ലേജാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. എനിക്കെന്താ പറയണ്ടെന്ന് അറിയുന്നില്ല കേട്ടാ. സാധാരണ എൻ്റെ യാത്രയിലെ കഷ്ടപ്പാടുകളൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്താണ് പോവാറ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല, എനിക്ക് തീരെ പറ്റുന്നില്ല. എനിക്ക് മതിയായി, പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡൊക്കെ ആയി. നോക്കിക്കേ ഇവിടുത്തെ റോഡ്, ഞാൻ ഇനി പോകാൻ പോകുന്ന റോഡാണ് കേട്ടോ ഇത്. റോഡിൻ്റെ അവസ്ഥ കണ്ട, ഇത് റോഡാണോ അതോ പറമ്പാണോ അതാണ് മനസ്സിലാവുന്നില്ല. സത്യം മനസ്സിലാവുന്നില്ല ഈ വണ്ടിയിൽ ഞാൻ പോകുന്നത്. എൻ്റെ അമ്മ എനിക്കറിയൂല. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, ചെറിയ വീടുകളാണ് കേട്ടോ, ഇങ്ങനത്തെ ടൈപ്പ് വീടുകളാണ്. ഇനി മൊത്തം അങ്ങോട്ടെന്ന് തോന്നുന്നുണ്ട്. എന്താല്ലേ, ഇതും ആഫ്രിക്കയാണ്. എല്ലാവരും പറയും, എസ്പെഷ്യലി മലയാളീസ് വന്നിട്ട് എൻ്റെ കയ്യിൽ കമൻറ്റ് ഇടാറുണ്ട്, ആഫ്രിക്ക ഇപ്പം അങ്ങനെയൊന്നുമല്ല, നീ സിറ്റി ഒന്നും കാണിക്കാത്തതുകൊണ്ടാണ്. സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ഡെവലപ്മെൻറ്റ്, സിറ്റി അല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആഫ്രിക്ക. ആളുകളുടെ മനസ്സിൽ ആഫ്രിക്ക പട്ടിണി പാവങ്ങളുടെയും എന്താ പറയുക അങ്ങനെയെല്ലാം ആയിട്ടുള്ള റോഡില്ലാത്ത ആഫ്രിക്ക, അതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഈ സിറ്റിയിൽ ആകെ സിറ്റി ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവും, മാക്സിമം 20 കിലോമീറ്റർ ഉണ്ടാവും. ആ 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ. സൺസെറ്റെല്ലാം ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ സമയം 6:28. ആലോചിച്ചോക്ക്, ഇത്ര നേരം എനിക്ക് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ വീടെല്ലാം കാണാനൊക്കെ ഭയങ്കര രസമാണ്. വിൻ്ററായിട്ട് ഇങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് പോകാനില്ല. ഞാനിന്നിനി എവിടെ നിൽക്കുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇവിടെ ഒരു ദിവസം താമസിക്കാനുള്ള റൂമൊക്കെ ഇല്ലേ, റൂമിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ $100 എന്ന് വെച്ചാൽ 9,000 ഇന്ത്യൻ റുപ്പി. അതിൽ കൂടുതലുണ്ട് തോന്നുന്നു ഇപ്പോൾ US ഡോളറിൻ്റെ റേറ്റ് എല്ലാം. എൻ്റെ മുഖമെല്ലാം നിങ്ങൾ നോക്കി നോക്ക്, സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ ഈലും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മുന്നെല്ലാം ഞാൻ സാമ്പിയയിലും അങ്കോളയിലൊക്കെ യാത്ര ചെയ്തിട്ട് റോഡൊന്നും ഇല്ലാണ്ട് ഇപ്പം ഈ കാണുന്ന റോഡ് കണ്ടില്ലേ, ഇതിലും അവസ്ഥയിൽ ഇപ്പം ഇത്രയുള്ള റോഡിലും അവസ്ഥയിലായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടെന്തോ തോന്നിയിട്ടില്ല. ഇപ്പം എന്താണെന്നറിയില്ല, പനി ആയതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര തളർച്ച, ഭയങ്കര ക്ഷീണം. ഞാൻ വെള്ളം എന്താ കയ്യിൽ വെച്ചേക്കാം, ഞാൻ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര തളർച്ചയും ക്ഷീണമാണ്. കുളിക്കാൻ തോന്നുന്നത്, നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ തോന്നുന്നു, നല്ലപോലെ ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഞാനില്ലേ സത്യം പറയണേ, ഞാൻ ആ ഗ്യാമ്പയിലുള്ള സമയത്ത് ഞാൻ ഫുഡ് എത്ര കഴിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ ഞാൻ തടി വെച്ചിട്ട്, ഈ തടി ഞാൻ അവിടെ നിന്ന് കഴിച്ചപ്പോഴുള്ള തടിയാണ്. ഒരാഴ്ച പോലും ആയിട്ടില്ല. ഞാൻ എന്ത് ഫുഡ്, ഞാനിങ്ങനെ ചിക്കൻ വിചാരിക്കുമ്പോൾ ചിക്കൻ, ഫിഷ് വിചാരിക്കുമ്പോൾ ഫിഷ്, ബീഫാണെങ്കിൽ ബീഫ്, പത്തിരി, മന്തി, ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിച്ച്. അവിടുന്ന് എനിക്ക് എല്ലാം 100 ഉണ്ടാക്കി തന്നു. അങ്ങനെ എന്താ പറയുക, വയറും മനസ്സും അങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു. കുറച്ച് ഒരു 10 days അങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി എന്തോ വലുത് വരാനുണ്ട്. അതുകൊണ്ട് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ആ വലുത് ഇതായിരുന്നു. ഇപ്പം അല്ലേ മനസ്സിലായി. ഇത് കണ്ടോ, പിള്ളേരൊക്കെയാണ് ഈ എന്താ പറയുക കഴുത വണ്ടിയെല്ലാം ഓടിക്കുന്നത്. ബൈക്കാണെങ്കിലും അതെ, ഈ വണ്ടിയൊക്കെയാണ് ഇവിടെ പോകുന്നത്. കണ്ടാ വറകെല്ലാം ഇവിടുന്നൊക്കെ എടുത്തിട്ട് വരുന്നത്. പിന്നെ ചില വണ്ടികളുണ്ട് കേട്ടോ, ആ വണ്ടിയിലെല്ലാം ഒരു 100 ആളെ കയറ്റിയിട്ടാണ് അവർ വരുന്നത്. നമുക്ക് എത്ര സ്ലോ ആവുന്നത് ഇപ്പം മനസ്സിലായത്. ബൈക്കാണ് കുറച്ചും കൂടെ മൂവിങ് ആവുന്നത്, കാറൊക്കെ ഭയങ്കര സ്ലോ ആണ്. കണ്ടാ കൊച്ചു പയ്യനാണ് ഓടിക്കുന്നത്. അതുകൊണ്ടാ ഇതേപോലത്തെ പഴയ വണ്ടികളുണ്ട് കുറേ. അവിടെ കണ്ടോ ഇതേപോലത്തെ ഒരു എന്താ പറയുക, ഒരു ആപ്പ ഓട്ടോറിക്ഷയൊക്കെ പോലത്തെ വണ്ടിയാണ്. അതിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സമയം എത്രയായി, 7 മണിയായി. അപ്പം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കളർഫുള്ളായിട്ട് നോക്ക് എത്ര ആൾക്കാരാണ് നിൽക്കുന്നത്. ഇത് എത്താനായി തോന്നുന്നു. ഇതെങ്ങാണ്ടാണ് ടൗണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് തന്നെ അറിയില്ല. ഞാനിന്ന് എന്താക്കും, രാത്രി ട്രാവൽ ചെയ്യണോ, മീൻസ് രാത്രി ട്രാവൽ ചെയ്യാൻ വണ്ടി ഉണ്ടാവുമോ ഒന്നും അറിയില്ല. എവിടെ സ്റ്റേ ആക്കും. ഇവിടെ നമുക്ക് ഒരു വില്ലേജ് തന്നെ, ഒരു പ്രോപ്പറായിട്ടുള്ള വില്ലേജ് ഒന്നും ഇല്ല. ഇതാണ് ഇവിടുത്തെ ടൗണ് കേട്ടാ. നമുക്ക് ഫുള്ള് റഷ് ആയിട്ടുള്ള. എൻ്റെ അടുത്ത് പറയുന്നത് കുണ്ടറ എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ഥലമുണ്ട്, കുണ്ടാറ പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടും, മീൻസ് അവിടെ റോഡ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കുണ്ടാറ വേറെ വണ്ടിയിൽ പോകാനാണ് നോക്കുന്നത്. ഇവർ പറഞ്ഞു ഈ വണ്ടി പോകുന്നെന്തോ ചോദിച്ചോട്ടെ.
ഇവരെ ഫോളോ ചെയ്ത് വരാനാ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു മൊമെന്റ് ആണിത്. സത്യം എനിക്ക് ഇത്രയും വയ്യാണ്ട് ഞാൻ ഇനിയും ട്രാവൽ ആക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു കുന്തോ ഇല്ല, ഒരു സിം എടുത്തിട്ടില്ല, ഒരു കടയൊന്നും കാണുന്നില്ല. എന്തൊക്കെയോ കുറേ കടകൾ കാണുന്നുണ്ട്, ഫുള്ള് ബഹളവും ഇതും. എനിക്കൊന്നും അറിയില്ല. ഈ വണ്ടിയിൽ വേണം പോകാനായിട്ട്. എന്താ ചെയ്യാന്ന് എനിക്കറിയൂല കേട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പം അതൊരു ലാസ്റ്റ് ട്രൈ ആയിട്ടാണ് നോക്കുന്നത്. റോഡ് ഉണ്ടെങ്കിൽ പിന്നെ വണ്ടികൾ ഉണ്ടാവുമല്ലോ, ഈസി ആയിട്ട് കിട്ടുമല്ലോ നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് ഇപ്പോൾ അവർ 30,000 എന്തോ പറഞ്ഞത്. 30,000 ഗിനിയൻ ഫ്രാങ്ക് കേട്ടാ. ഇതിൽ പോകണം എനിക്ക് എന്തോ സൂപ്പർ പവർ ഉണ്ട് തോന്നുന്നു. ഇത്രയും വയ്യാണ്ട് എനിക്ക് ഇതിൽ കയറി പോകാൻ പറ്റുന്നില്ലേ. ഇവിടെ 3 പേര് ഇരിക്കുന്ന സീറ്റിൽ ഓൾറെഡി 4 പേര്. 4 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേര് ഇരിക്കുന്ന അത്രയും വലിയ ആളുകളാണ്. ഞാൻ എന്നിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കാല് വെക്കാൻ പോലും സ്ഥലമില്ല കേട്ടാ. എങ്ങനെയെങ്കിലും ആ റോഡൊന്ന് എത്തി കിട്ടിയാൽ മതി കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ട് ശ്വാസം മുട്ടുന്ന എനിക്ക്, ചൂടെടുക്കുന്നത്. ഇനിയാണെങ്കിൽ റോഡ് പോലും ഇല്ലാത്ത റോഡിൽ കൂടെ പോകണം. എത്ര 26 കിലോമീറ്ററോ എത്ര ഉണ്ട് തോന്നുന്നു. എത്ര ഉണ്ട് തോന്നുന്നു എനിക്കറിയില്ല, എന്താന്ന് അറിയില്ല. ഫൈനലി ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റണില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. എനിക്കൊന്ന് വാഷ്റൂം പോകണം. ആ വാഷ്റൂം തപ്പി നടക്കുകയാണ് ഞാൻ. ഇവിടെ റോഡൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് മണ്ണല്ലെങ്കിലും കണ്ടോ ഒരു ടൈപ്പ് റോഡെല്ലാം ഉണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല, ഇതിൻ്റെ റോഡൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം. എവിടെയാണാവോ വാഷ്റൂം? ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറേന്ന് പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് എവിടാ? ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച്. അപ്പം ഞാനിതാ 2 പേരോട് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു കേട്ടോ. അവരിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ വിളിക്കും, ഇൻവൈറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേണമെങ്കിൽ പോയി കഴിക്കാം അങ്ങനെ കേട്ടോ. ഒരു പ്ലേറ്റിൽ നിന്നാണ് ഇവരെപ്പോഴും കഴിക്കുക. ഞാൻ നേരെ കൊണാക്രി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര പൈസയും പറയുന്നു. 100 പേരെ ഇരിക്കുകയും ചെയ്യും. 12 മണിക്കൂർ ജേണി ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് പോകുന്നില്ല കേട്ടോ. ഞാനിന്ന് എവിടെയെങ്കിലും സ്റ്റേ ആക്കിയിട്ട് നാളെ ലിഫ്റ്റ് അടിച്ചോ എങ്ങനെ പോകാം. ഓൾറെഡി ഞാൻ ഡെഡാണ്. ഞാനത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് റൂം എടുത്ത് നിൽക്കുക, തീരെ വയ്യാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും റൂമുകളുടെ കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ നടക്കുവാണ്. ലിഫ്റ്റ് അടിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ടെൻ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ടെൻ്റ് ഇടാനൊന്നും ഒരു സ്ഥലവും ഇല്ല. മീൻസ് ഫുള്ള് പൊടിയും മണ്ണും വേസ്റ്റുമാണ്. ഇവിടെ ഞാൻ എവിടെ ടെൻ്റ് അടിക്കാനാ? അതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുക. ലിഫ്റ്റ് അടിച്ച് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുമോ എന്ന് അറിയാനല്ല. ഞാൻ 12:45 വരെ അവിടെ ഇരുന്നു കേട്ടോ. കുറേ നേരം വണ്ടി വരുമോ എന്താണെന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഒന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ അവിടെ ഒരു ചെയറല്ല ബെഞ്ചുണ്ടായിരുന്നു. ആ ബെഞ്ചിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഇവിടെ ഇരിക്കണ്ട, വീട്ടിൽ വന്നോ, അവിടെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അത് താഴ്ത്തിട്ട് ഞാൻ എവിടെയെന്ന് വെച്ചാൽ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എവിടുന്നോ കീ എന്തോ മേടിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ഞാനിതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല പോസ്റ്റായിട്ടോ, കട്ട പോസ്റ്റായിരുന്നു. അയ്യോ ഒന്നും പറയണ്ട. അവനാണെങ്കിൽ കീ അന്വേഷിച്ച് പോയിട്ട് കീ കിട്ടിയില്ല. വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പള്ളിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. 12:45 മുതൽ 3 മണി വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ഇവിടെ നോക്ക്, ബാങ്കൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. 4:30 എങ്ങാണ്ടാവുമ്പോൾ ബാങ്ക് കൊടുക്കൂലേ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു 1 hour എങ്കിലും ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ഞാൻ സ്ലീപ്പിംഗ് ബാഗല്ല ഇട്ടിട്ടുള്ളത്. സ്ലീപ്പിംഗ് ബാഗും ഈ മാറ്റും ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കാം, സേഫാന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിയാൻ പറ്റൂലല്ലോ. കാരണം പള്ളിയായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റൂല. എനിക്കാകെ മിണ്ടാൻ പോലും പറ്റില്ല, ത്രോട്ട് പെയിനും എല്ലാം ആയിട്ട്. അപ്പം ഇന്നിവിടാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. ഒന്നും പറയണ്ട, രാവിലെ തൊട്ട് ഓരോ പണി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴേ കറക്റ്റ് താമസിക്കാനും പറ്റിയില്ല. ടെൻ്റ് അടിക്കാനാണ് ഒരു സ്ഥലം പോലും കിട്ടിയിട്ടുണ്ടായില്ല. അയ്യോ, എല്ലാം കൂടെ ഞാൻ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ രാത്രി ഒരു 10 മണിയെല്ലാം ആകുമ്പോൾ ഇവിടെ വന്നിരുന്നെങ്കിൽ എനിക്ക് 4-4:30 വരെ ബാങ്ക് കൊടുക്കുന്നവരെ ഉറങ്ങായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ബാങ്ക് കൊടുക്കുന്ന സാധനമൊക്കെ ഇവിടെ തന്നെയാണ് കാണുന്നത് പള്ളിയിൽ. അപ്പം എന്താണ് രാവിലെ ആൾക്കാർ വന്ന് പ്രശ്നമാക്കുമോ എന്താണെന്നറിയില്ല. അവൻ തന്നെയാണ് കേട്ടോ എന്നെ അവിടെ കൂടെ നാക്കിയിട്ട് പോയത്. എന്തോ ആടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. വയ്യ, ഭയങ്കര ടയേർഡാണ്. ഇന്നലെയും ഉറങ്ങിയിട്ടില്ല. ഇന്നെങ്കിലും ഒരു 1 hour ഉറങ്ങാൻ പറ്റിയാൽ മതി. പിന്നെ ടെൻ്റ് അടിക്കാനാണെങ്കിൽ ഒരു സ്ഥലം പോലും കിട്ടിയിട്ടില്ല. ഫുള്ള് പൊടിയും മണ്ണും കച്ചറിയായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇതുപോലത്തെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ തന്നെ ടെൻ്റ് അടിക്കായിരുന്നു. ഇവിടെ ടെൻ്റ് അടിക്കേണ്ട പോലും ആവശ്യമില്ല. പക്ഷെ ഇത് അറിയില്ലല്ലോ, കിട്ടിയിട്ടില്ലല്ലോ, അതാണ്. എനിക്കാണെങ്കിൽ സിമ്മും എടുക്കാൻ പറ്റിയില്ല. കുറേ നേരം സിമ്മ് തപ്പി നടന്നു, ഒന്നും കിട്ടിയില്ല. ഞാൻ അവിടെ എങ്ങനെയും കുറച്ച് നേരം നമുക്ക് എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. സ്ലീപ്പിംഗ് ബാഗെല്ലാം ഇട്ടിട്ട്
ഞാൻ വേസ്റ്റ് പോച്ചൊക്കെ മേത്തന്നെ ഇട്ടിട്ടില്ല, ഊരിയിട്ടില്ല. സത്യം പറയട്ടെ, എൻ്റെ നടുക്ക് വേദന എടുക്കുന്നത്. ആ വണ്ടിയിലെല്ലാം കുലുങ്ങി സീൻ വണ്ടിയിൽ വന്നത്. ഭയങ്കര സീനായിട്ടുള്ള റോട്ടിലൂടെ വന്നിട്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അയ്യോ ഗുഡ് നൈറ്റ് ഇല്ല, ഇപ്പോൾ ബാങ്ക് വിളിക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങി. എനിക്ക് ഫുൾ ബോഡി പെയിന്. ഇന്നലെ ആ വണ്ടിയിലെല്ലാം പോയിട്ട് ത്രോട്ട് പെയിൻ, ഭയങ്കര എക്സ്ട്രീം ത്രോട്ട് പെയിനാണ് കേട്ടോ. രാവിലെ തന്നെ ഒരു കുറേ ആൾക്കാർ വന്ന് പ്രേ ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് എന്തൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞ എനിക്ക് വയ്യാന്ന്. ഞാൻ ഇവിടെ കിടന്ന്. പിന്നെ അവരെന്നെ ഡിസ്റ്റർബ് ആക്കിയൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിതാ ഉറങ്ങി. ഉറക്കൊന്നും മതിയായിട്ടില്ല. പക്ഷെ എണീച്ചിട്ട് പോട്ടെ, തീരെ പറ്റാറില്ല. ഇനി ഇവിടുന്ന് 150 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. സിം എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഇറങ്ങട്ടെ, എല്ലാം പാക്ക് ആക്കണം. ഇവിടെ കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. കുളിക്കാനൊന്നും ഇവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും പോട്ടെ. Hello. You have orange SIM? Orange SIM, no. No? Only credit card. Here no? No, here. Okay, thank you. How are you? Yeah, good. You're from where? India. India? Yeah. India? Yes, India. Okay. New Delhi? No, South India, Kerala. Good. Thank you. Okay, thank you. Ben kom här. Huh? No, thank you. I already had now. Thank you. Okay. അവർ നോക്കി ഫുഡെല്ലാം നമ്മളടുത്ത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളോട് കഴിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ പറയും കേട്ടോ. എപ്പോഴും അവർ ഷെയർ ചെയ്യും. അവിടുന്ന് ഇറങ്ങി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ പറ്റണില്ല, ത്രോട്ട് പെയിൻ കാരണം. ത്രോട്ടിൽ ബ്ലഡ്, കഫ്, ഗ്രീൻ കളർ കഫിൽ ബ്ലഡൊക്കെയാണ് വരുന്നത് കേട്ടോ. എനിക്കാണ് വിശക്കുന്നുണ്ട്. കഴിക്കാണ്ടിരുന്നാലേ എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുസ്കുസ് പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കുന്ന ആ ഒരു സാധനമാണ്. അതും അതിൻ്റെ കൂടെ എന്തോ ഒരു സാധനം, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ മറ്റേ കാഷ്വൽ എന്തായാലും പറയാം, കപ്പലണ്ടിയൊക്കെ അരച്ച സാധനം തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ഞാനത് കഴിക്കാൻ വേണ്ടി പോവാണ്. റൈസ് ഉണ്ട്, പിന്നെ ഈ സാധനം ഉണ്ട്. ഇത് പിന്നെയും കുഴപ്പമില്ല. കുറച്ചൊരു വിയേർഡ് ടേസ്റ്റ് ആണ്, എന്തോ പോലത്തെ ടേസ്റ്റാ. വേറെ എന്തേലും ഇതിന് കറി ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. നല്ല മീൻ കറിയോ ചിക്കൻ കറിയോ അത്രയൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിന് എന്തോ ഒരു ടൈപ്പ് ടേസ്റ്റാ. സാരല്ല, വിശക്കുന്നുണ്ട്, കഴിക്കാം. ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇതിൽ കല്ല് കടിക്കുന്നുണ്ട് കേട്ടാ. ഒരു പ്രശ്നമില്ല, എപ്പോഴും ഇടക്കിടക്ക് കല്ല് കടിക്കുന്നു. പൊടിയാണോ കല്ലാണോ അറിയില്ല. വിഷ്ണു മാറണവരെ കഴിക്കാം. വേറെ ഒരു സ്ഥലത്ത് ചെക്ക് ചെയ്തു സിം കിട്ടുമെന്ന്. പക്ഷെ സിം കിട്ടിയില്ല. എനിക്കൊന്ന് മെയിൻ ടൗണിലാണ് കിട്ടുള്ളൂ. മെയിൻ ടൗണിലേക്ക് പിന്നെയും പോകണം. ഇന്നലെ വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ചാണ് ഇവിടെ വരെ വന്ന്. അതുകൊണ്ട് ഇനി തിരിച്ചു പോലും പറ്റൂല. അടുത്ത ടൗൺ നോക്കണം. ഞാൻ നേരെ നടന്നുകൊണ്ടിരിക്കുക, ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാൻ വേണ്ടി. ഇവിടെ ആണെങ്കിൽ ഫുൾ ബൈക്കുള്ളൂ. റോഡുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് സമാധാനം. പൊടിയൊന്ന് കുറഞ്ഞ് കിട്ടും. ഈ റോഡിന് എത്ര ദൂരം ഉണ്ട് എന്ന് എനിക്കറിയില്ലേ. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റണില്ല, ത്രോട്ട് പെയിൻ കാരണം. ഭയങ്കര തലവേദനയും കണ്ണുവേദനയും ഇതുവരെ മാറിയിട്ടില്ല. ഉറങ്ങി ഞാൻ കുറച്ച് നേരം, എന്നിട്ടും പറ്റുന്നില്ല. ട്രക്സൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. രാത്രി നിർത്തിയിട്ടേക്കുമായിരുന്നു. ഈ ട്രക്സ് ഒന്നും പോണില്ലേ. അങ്ങ് ദൂരമൊക്കെ കണ്ടോ ഓരോ കുടിലുകൾ, അതുപോലത്തെ വീടുകളാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്. ഇന്നലെ എല്ലാം വരുന്ന വഴിക്ക് ഫുൾ ഇങ്ങനത്തെ വീടായിരുന്നേ. പക്ഷെ ഇന്നലെ ഞാൻ ആ വണ്ടീൻ്റെ ഉള്ളിൽ ജാമായിട്ട് ഇരിക്കുമായിരുന്നു. 2 ആൾ ഇരിക്കുന്ന സ്ഥാനത്ത് 3 ആൾ എക്സ്ട്രാ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്ന് ശ്വാസം എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല, മനസ്സിലായോ. അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും ആ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പുറത്തേക്ക് പിന്നെ ഒന്നാമത് ഗ്ലാസ് ഉണ്ടെങ്കിലും ആ ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞായിരിക്കും ഇരിക്കുന്നത്, പുറത്തേക്ക് കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഫുൾ പൊടിയും.
ഇവിടെ എല്ലാം നോക്ക്, ശരിക്കും അവരുടെ ഒരു ഓർഗാനിക് ലൈഫല്ലേ. നമുക്ക് വീടുണ്ടാക്കിയേക്കുന്നൊക്കെ സിമെൻറ്റോ ഇതൊന്നുമല്ല, മണ്ണ് വെച്ചിട്ടുള്ള വീട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേലി, മതിൽ, വാതിൽ, ഗേറ്റ് എല്ലാം നോക്ക് കേട്ടാ. ഗേറ്റൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് മരം വെച്ചിട്ട്, മതിലുണ്ടാക്കിയേക്കുന്നത് മറ്റേ ഓല പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ട്, വീടുണ്ടാക്കിയിരിക്കുന്നതും അതുപോലത്തെ ഒരു ടൈപ്പ് ഓല വെച്ചിട്ട്. അതായത് വീടിന് ചുറ്റും ഒരു കോമ്പൗണ്ട് പോലെ, അതായത് ചുറ്റും മതിലുണ്ട്. ആ മതിൽ നാച്ചുറലി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഈവൻ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഫുൾ ഓർഗാനിക്കാണ്. ലൈക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഓറഞ്ച് മരമുണ്ട്. മാങ്ങ പിന്നെ ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും. എനിക്കൊന്ന് മാങ്ങേൻ്റെ സീസൺ ഒരു 2 മാസത്തിലാവും. ആ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിണ്ടല്ലോ മാങ്ങ കഴിച്ച് എനിക്ക് നടക്കായിരുന്നു. അത് ഇവിടുത്തെ മാങ്ങയ്ക്കെല്ലാം ഒടുക്കത്തെ മധുര. ഈ ആഫ്രിക്കയിലെ മാങ്ങയ്ക്ക് ഭയങ്കര മധുര. അപ്പോൾ കേരളത്തിലെ മാങ്ങ കഴിച്ചിട്ട് ആഫ്രിക്കയിലെ മാങ്ങ കഴിക്കുമ്പോൾ വിചാരിക്കും, ഓ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ മാങ്ങയ്ക്ക് എന്ന് തോന്നിപ്പോവും. ഞാൻ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് മാംഗോ ഇവിടുന്നാണ് കേട്ടോ. ആഫ്രിക്കയിൽ ഈസ്റ്റ് ആഫ്രിക്ക ആയാലും വെസ്റ്റ് ആഫ്രിക്ക ആയാലും ഒക്കെ ബെസ്റ്റാണ്. ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ ഇവിടുത്തെ മലയാളീസ് എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു ബെസ്റ്റാണ്, നാട്ടിലൊന്നും പിന്നെ മാങ്ങയെ കഴിക്കാൻ തോന്നൂല എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞു പിള്ളേരാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇനി കാണിച്ചു തരാം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ പല സമയത്തും വീഡിയോ എടുക്കാനായിട്ട് വിട്ടു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. പിന്നെ ഇവിടുന്ന് ആ ഷെയർ ടാക്സി എടുത്തിട്ട് കൊണാക്രി പോകണമെന്നുണ്ടെങ്കിൽ കുറേ പൈസയും കൊടുക്കണം. ശ്വാസം മുട്ടി അതിൻ്റെ ഉള്ളിലിരിക്കണം. ആ ശ്വാസം മുട്ടുന്നതിനെക്കാട്ടിലും ബെറ്റർ നടന്ന് ലിഫ്റ്റ് അടിച്ച് പോകുന്ന. അതുകൊണ്ടാണ് ഇനി ലിഫ്റ്റ് അടിക്കാൻ ഒട്ടും കിട്ടിയില്ല, തീരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത്ര ഫ്ലോപ്പായാൽ മാത്രമാണ് ഞാൻ എന്താ പറയുക വണ്ടി എടുക്കുള്ളൂ കേട്ടോ. കാരണം റോഡുണ്ടല്ലോ അറ്റ്ലീസ്റ്റ്. ഇന്നലെ എല്ലാം ഫുള്ള് ടാക്സി എടുത്ത് 3-4 ടാക്സി എടുത്ത് 3-4 ടാക്സി എടുത്ത് എന്താണെന്ന് വെച്ചാൽ റോഡ് പോലും ഇല്ലാണ്ട് ഞാൻ നടന്നാലും എവിടെ എത്തില്ല, ലിഫ്റ്റും കിട്ടൂല എന്ന് ഉറപ്പായതുകൊണ്ടാണ്. ഇവിടെ റോഡുള്ളതുകൊണ്ട് എന്തായാലും ട്രക്കോ എന്തെങ്കിലുമൊക്കെ വണ്ടി വരുന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. ഈ വില്ലേജൊക്കെ നോക്കിയാൽ ഒന്നുമില്ല കേട്ടോ കാണാനായിട്ട്. ഫുള്ള് എന്താ പറയുക ഡ്രൈ ലാൻഡാണ് കിടക്കുന്നത്. ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്രീനറി കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതലൊന്നുമില്ല. ബൈക്കിലൊക്കെ പോകുന്ന നോക്ക് 3-4 ആൾക്കാരാണ് ഇവിടെ പോകുന്നത്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഓരോ വില്ലേജസാണ് കേട്ടോ. ആ വീടുകൾ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഇവിടുത്തെ ഒരു ടൗണാണ്, വലിയ ടൗണ്. അതായത് ഇങ്ങനത്തെ ടൗണുകൾ മാത്രമേ ഉള്ളൂ. കണ്ടോ, കച്ചവടങ്ങളൊക്കെ ആയിട്ട് കുറേ കടകളാണ് ഈ കാണുന്നത്. ആ വണ്ടിയിൽ പോകുന്നുണ്ട എന്തോരം ആൾക്കാരാ അതിൻ്റെ ഉള്ളിൽ നിന്നറിയോ. പുറത്ത് തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അത്രയും വെയിറ്റും. അങ്ങനെയാണ് ഇവിടെ മൊത്തം പോകുന്നത് കേട്ടോ. അങ്ങനെ പോകാൻ എനിക്ക് വയ്യ. ഈ പനിയും കൂടെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ പോകാൻ വയ്യ. അതാണ് ഞാനിപ്പോൾ ഒരു ബൈക്കിലാണ് വന്നത്. ആ ബൈക്കുകാരൻ്റെ അവിടെ വരെ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് ഇനിയിപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടും. വണ്ടി എന്തായാലും കിട്ടാണ്ടിരിക്കൂല കേട്ടോ. ഈ വഴിയിലൊന്നും ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്നത്. കണ്ട, പെട്രോളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത്. പെട്രോളിന് എന്താ കളറിനൊരു മാറ്റം? ഡീസലാണോ? മനസ്സിലാവുന്നില്ല കേട്ടോ. നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഈ സമയമായപ്പോൾ. ഇവിടെ എല്ലാം നോക്ക്, ഗ്രാമമൊക്കെ ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. ആ ഒരു കുട്ടിയൊക്കെ അവിടെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ടോ നോക്ക്. ആ ഒരു മരത്തിൻ്റെ തണലിലാണ് ഇരിക്കുന്നത്. എല്ലാ വീട്ടിലും ആടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ ശ്രദ്ധിച്ച കാര്യം. നോക്ക്, സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ എടുത്തിട്ടേക്കുക. എന്താ എംറ്റി റോഡ്, ഭയങ്കര സൈലൻ്റാണ്. ഞാൻ എന്താ നടക്കുമ്പോൾ ഈ ബോട്ടിലിങ്ങനെ ആവുന്നത് സൗണ്ട് കേൾക്കാട്ടാ. ഞാൻ പിടിച്ചു വെച്ചേക്കാം. പിടിച്ചില്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്താ സ്ക്രാപ്പ് എല്ലാം കൂടെ അവർ ഇവിടെ വെച്ചേക്കുന്നതാണ്. വണ്ടി കിട്ടുമായിരിക്കും. ലാബേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് 215 കിലോമീറ്റർ. 2-3 വഴിയുണ്ട് കൊണാക്രി പോകാനായിട്ട്. ഏത് വഴി പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഇതാ ഓരോ വീട് കാണുന്നുണ്ടോ. ഇവർ മെയിനായിട്ട് കിച്ചണുണ്ടാവും, കുളിക്കാനുള്ളത്, അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വേറെ വീടായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമുക്ക് അവിടെ വെള്ളമുണ്ട് കേട്ടോ, കുളിക്കാനും കുടിക്കാനൊക്കെ. പിള്ളേർ അതുവഴി നടക്കുന്നു. ഇവർക്കൊന്നും സ്കൂൾ പോലും അവർ പോകുന്നില്ല. ഈ പിള്ളേരൊക്കെ എന്താ പറയുക, ജനിക്കുമ്പോഴേ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതിലാണ് അവരങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം അവരുടെ പൈസ ഇല്ല, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടൂല. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലേ പൈസ ഉണ്ടാക്കാനുള്ളതാണ്. കിലോമീറ്റേഴ്സ് കൂടുന്തോറും ഒരേപോലെ തന്നെയാണ് വില്ലേജ്, മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല തണലുണ്ട്, വെയിലുണ്ടെങ്കിലും ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട്. ഡ്രൈ ആണെങ്കിലും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, വീടുകൾ ഇങ്ങനെ തൊട്ടാണ് എല്ലാം ഉണ്ടാകുന്നത്.
ചെറിയ കുടിലുകളും മതിലുകളൊക്കെ വെച്ചിട്ട്. ഇപ്പോഴാണെങ്കിൽ ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവിടെയും ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ തീയിടും. ആ കറുത്ത കളറിൽ കാണുന്നത് കണ്ടോ, അത് മൊത്തം അവർ തീ ഇട്ടേക്കാണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ മരങ്ങളിൽ തന്നെ ഇലയില്ലാത്തത്. അവരിങ്ങനെ എന്തിനാ തീ ഇടുന്നതെന്നില്ല. തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ചൂട് കൂടിയിട്ട് തന്നെ കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കവർ കൂടുതലത് തീയിടുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലും വേനൽക്കാലത്ത് അങ്ങനെ തീയിടുന്നതായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. നോക്ക്, മഷ്റൂംസ് പോലെ ഇങ്ങനെ ഒരു സാധനം മണ്ണ് വെച്ചിട്ട് അതെന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാനതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങോട്ട് നോക്കിയേ, ഫുള്ള് ഇതാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നൊരു ഗ്രൗണ്ടിൽ മൊത്തം ഇത്. ആ ബൈക്കിൽ ആൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾ പോകുന്ന വഴി നോക്ക് കണ്ടോ, അതിൻ്റെ ഉള്ളിലൂടെ ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിലെവിടെയോ ആണ് വീട് കണ്ടോ. എവിടേക്കാ പോകണമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടാ. നോക്ക്, അവിടെ എല്ലാം ഇങ്ങനെ ഒരു വീട് കണ്ടാ തനിയെ നിൽക്കുന്നത്. അതുപോലെ അയാൾ അങ്ങ് ദൂരേക്ക് പോകുന്നത്. അങ്ങോട്ട് നോക്ക്, ഇത്ര നേരം ഞാൻ ഈ സാധനം കണ്ടത് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വല്ല നാച്ചുറൽ ഫിനോമിനയാണോ, മറ്റേ കൂണ് പോലെ ഇരിക്കുന്നു. നമ്മുടെ ചെതല് പുറ്റൊക്കെ ഉണ്ടാവൂലേ, പാമ്പിൻ്റെ പുറ്റ്, ചെതല്, അങ്ങനെ ഒരു സാധനം. ഞാൻ ആ ബൈക്ക് ലിഫ്റ്റ് അടിച്ച ആളോട് ചോദിച്ചു. ആളെന്തോ ഫ്രാൻസിൽ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നല്ല രസമുണ്ട് അത് കാണാൻ. ചെറുപ്പത്തിലൊക്കെ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കൂലേ, മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു സാധനം പോലെ കണ്ട. അത് മൊത്തം ഇങ്ങനെയുണ്ട്. ആർക്കെങ്കിലും ഇത് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അല്ല ഞാനിവിടെ ഉള്ള മലയാളികളോടൊക്കെ വിളിച്ചു ചോദിക്കേണ്ടി വരും. എൻ്റെ സിം ഇല്ലാത്തതുകൊണ്ട് വിളിച്ചു ചോദിക്കാനും പറ്റൂലല്ലോ. ഞാൻ എപ്പോൾ കൊണാക്രി എത്തുമെന്ന് എനിക്കറിയില്ല സിറ്റിയിലെത്താൻ. ഞാനിനി അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇതാ വണ്ടി എല്ലാം അങ്ങോട്ടാണ് പോകുന്നത്, ആരും ഇങ്ങോട്ട് വരുന്നില്ല. ട്രക്സ്, കുറേ ട്രക്സ് പോകുന്നുണ്ട്, എല്ലാം അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. പയ്യങ്ങ് നടക്കാം. ആ വരുന്ന വണ്ടിയൊക്കെ നോക്ക്, എത്ര ആൾക്കാരാണെന്നറിയോ അതിലെല്ലാം. മുകളിലിരിക്കുന്നുണ്ടോ, പിള്ളേരെങ്ങാണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടാ, അതാണ് സംഭവം. ഞാനങ്ങ് ദൂരെ നിന്ന് എടുത്തത്. ഒരു ചങ്ങായി നോക്ക്, തലയിലെല്ലാം എന്തോ ഏറ്റിട്ടെല്ലാം കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ. അതെന്തോ ഇവരുടെ എന്തോ കൃഷി ചെയ്ത എന്തോ ഒരു സാധനമാണ്. എന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇത് വെച്ചാണോ അവർ വീട് ഉണ്ടാക്കുന്നതെന്നും എനിക്ക് സംശയമുണ്ട്. ഈ നട്ടുച്ച വെയിലത്ത് അവർ നോക്ക്, ഹുഡിയെല്ലാം ഇട്ടിട്ട് നടക്കുന്നത്, ജാക്കറ്റൊക്കെ ഇട്ട് നടക്കും. ഇവരെ കൊണ്ട് തന്നെ കേട്ടോ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഇവരെപ്പോഴും ഇടും, ഇവർക്ക് തണുപ്പ് തീരെ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാവുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പയ്യനാണ് ആ വണ്ടീൻ്റെ മുകളിലെല്ലാം ഇരിക്കുന്നത്. ഇങ്ങനത്തെ വണ്ടികൾ തന്നെയാണ് പോകുന്നത്. ഇവരിത് ഫുള്ളായി കഴിഞ്ഞാലേ പോകുള്ളൂ. അതായത് 4 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണെങ്കിൽ അവിടെ ഒരു 10 പേരെങ്കിലും ഇരുത്തിയിട്ട് അത്രയും ഫുള്ളാക്കിയിട്ടാണ് അവർ പോവുള്ളൂ. അത് ഉറപ്പാണ്. അത് ഇവിടുന്ന് കൊണാക്രിക്ക് 3 ലക്ഷമൊക്കെയാണ് പറയുന്നത്. മീൻസ് ഇവിടുത്തെ ഗിനിയൻ ഫ്രാങ്ക് കേട്ടോ. 3 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഒരു $50 അടുത്തുണ്ടാവും. കാരണം $4,50,000 ഞാൻ മറ്റേ 4 ലക്ഷത്തി ചില്ലറ എന്തോ ആണ് കിട്ടിയത് കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിൽ വേറെ ഒരാളുണ്ടാവും കേട്ടോ. നമുക്ക് ഇവിടെ എന്താ പറയുക, ഇതാണ് ഇപ്പോൾ റോഡ് നല്ലതാണെങ്കിൽ തന്നെ അത്യാവശ്യം വണ്ടികളുണ്ടാവും. എന്തായാലും ഞാൻ പയ്യെ നടക്കുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് വെള്ളം തീർന്ന്. അപ്പം ഇനി വെള്ളം എവിടുന്നെങ്കിലും ഒപ്പിക്കണം, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ വീടുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അവിടെയൊക്കെ വെള്ളം ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിത് അവിടെ ഈ കടയിൽ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെറിയ തട്ടുകട പോലത്തെ കടകളാണ് മൊത്തം. ആഗ്വാ packet 1 okay 2 allá número yo no tuya va corona ഇനി എത്രയാവും. ക്യാഷ് കൊടുത്തപ്പോൾ അവർ ആ ചേഞ്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇങ്ങനെ ചുരുട്ടി കൂട്ടിയ പൈസ ആയിരിക്കും ഉണ്ടാവുക. ഈ ഡബ്ബയിലെല്ലാം അവർ മൊത്തം പൈസ എടുത്തിടുക, എന്നാൽ അവരിൽ ചേഞ്ച് ഉണ്ടാവില്ല. കുറേ നേരമായിട്ടോ അവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവരിൽ ചേഞ്ച് ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ്, കുറേ പൈസ ഉണ്ട് അതിൽ, പക്ഷേ പ്രോപ്പറായിട്ട് റിട്ടേൺ തരാനുള്ള പൈസ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. വെള്ളത്തിന് എത്ര 500 ആണെന്ന് തോന്നുന്നു. ഒരു പാക്കറ്റിന് 500 ഗിനിയൻ ഫ്രാങ്ക്. Wait, I give change.
Ay, no me gusta. Ay, member. Apa na ni everyone lang. Pero ni wala day mi jidi sila sa kadang. നോക്കി ചെറിയ ചെറിയ കച്ചവടങ്ങളും ചെറിയ ചെറിയ കടകളുമാണ് കേട്ടോ കാണുന്നത്. സവാ ആ സവാ bien hot. ഇവിടെ ചൂടെടുത്തിട്ടാണെന്ന് തോന്നുന്നു അവർ ഡ്രസ്സ് വരെ ഊരി കളഞ്ഞേക്കാണ്. അതിന് മാത്രം ചൂടുണ്ട്, ഭയങ്കര ചൂടാണ്. ഫിഷ് ഫിഷ് ഓക്കെ മാസി. ഉണക്കമീനാണ് കേട്ടോ അത് കാണുന്നത്. അത് പാക്കറ്റിലാക്കിയിട്ട് അവർ വിറ്റോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ നമുക്ക് കാണാൻ പറ്റും ഈ ഉണക്കമീനെല്ലാം. കൊണാക്രി ജാറാമ എന്താ ആർക്കറിയാം. ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എവിടെ പോണു എന്താണ് എല്ലാം. ഫുൾ പീസ്ഫുള്ളായിട്ട് എല്ലാവരും ചൂടെടുത്തിട്ടേ ഡ്രസ്സെല്ലാം ഊരിക്കളയുക. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ ആ മാതിരി ചൂടാ. ഈ ചൂടിലാണ് ഞാൻ ഈ 27 കിലോ ബാഗും തൂക്കി നടക്കുന്നത് കേട്ടോ. ഏതെല്ലാം കൊണ്ട് കിട്ടിയാൽ മതി. ബൈക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ബൈക്കിൽ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ പൊടി അടിക്കും, ടയർ കണ്ടോ. ചെറിയ ചെറിയ വീടുകൾ, അതിനിടയിൽ ഇടയ്ക്കൊരു വലിയ വീടുണ്ട്. കുറച്ച് പേര് റിച്ചായവരുണ്ടെന്ന് തോന്നുന്നു. നോക്ക് ഇത് എത്ര വലിയ വീടാണ്. അതിൻ്റെ തൊട്ട് പുറകിലൊക്കെ കണ്ടോ ഫുള്ള് ചെറിയ ചെറിയ വീടുകൾ മാത്രം. പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ അവർ താമസിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ എൻ്റെ ഫസ്റ്റ് ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ അവരെന്തോ പണിയെടുക്കുന്നുണ്ട്, എന്തോ ഫയർ ഉണ്ടാക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുണ്ടാക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിതാ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയൊന്നും കിട്ടുന്നില്ല കേട്ടോ, വണ്ടി വരുന്നില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് ഇഷ്ടം പോലെ പോകുന്നത്. അവരൊരു 10 കിലോമീറ്ററൊക്കെ ഡെയിലി നടക്കും കേട്ടോ. അവർക്കത് സിമ്പിളാണ്, അതൊന്നും അവർക്കൊരു കുഴപ്പമേ ഇല്ല. വിജനമായ സ്ഥലം, ഫുള്ള് ഭയങ്കര ഇതായിട്ടുള്ള വില്ലേജാണ്. റോഡ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആകെയുള്ള സമാധാനം. ഞാൻ ഇങ്ങനെ നടന്നിനി എപ്പോൾ എത്തും എന്ന് തന്നെ എനിക്കറിയില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം എന്തായി, ഞാൻ ഇവിടെ എത്തി, എപ്പോൾ എത്തി എന്നൊക്കെ ഉള്ളത്.